മലപ്പുറത്ത് 10 പേർക്ക് HIV. ആ കാരണം ഇതാണ്. വളരെ ആശങ്കാജനകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ ചെറുപ്പക്കാരായ 10 പേർക്ക് HIV സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞിടെ ആരോഗ്യവകുപ്പ് നടത്തിയ ഒരു ചെറിയ സ്ക്രീനിങ്ങിലാണ് ഇക്കാര്യം വെളിപ്പെട്ടത്. സംസ്ഥാനത്ത് ഇതാദ്യമായാണ് ഒരേ സമയം ഇത്രയും പേർക്ക്, അതും യുവാക്കൾക്ക്, HIV സ്ഥിരീകരിക്കുന്നത്. മുൻകാലങ്ങളിൽ ഒരു 45 കഴിഞ്ഞവരിൽ, പ്രത്യേകിച്ച് അന്യസംസ്ഥാനങ്ങളിലൊക്കെ പോയി ജോലി ചെയ്തിരുന്നവരുടെ ഇടയിൽ നടത്തിയ പരിശോധനകളിലാണ് HIV ബാധ കൂടുതലായി കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് HIV ബാധിതരിൽ ഭൂരിഭാഗവും ചെറുപ്പക്കാരാണ്. മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരാണ് ഭൂരിഭാഗവും. വിശദമായ വാർത്തയിലേക്ക്. മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരി കുത്തിവെക്കുവാനായി ഒരേ സിറിഞ്ച് ഉപയോഗിച്ച 10 പേർക്ക് HIV ബാധ സ്ഥിരീകരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസങ്ങളായി ആരോഗ്യവകുപ്പ് നടത്തിയ പഠനങ്ങളിലാണ് ഇക്കാര്യം വെളിവായത്. പ്രദേശവാസികളും ഇതര സംസ്ഥാന തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർക്കാണ് HIV സ്ഥിരീകരിച്ചതെന്നും മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക പറഞ്ഞു. വാർത്ത മലപ്പുറം DMOയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 7 മലയാളികൾക്കും 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്കുമാണ് HIV സ്ഥിരീകരിച്ചിരിക്കുന്നത്. എയ്ഡ്സ് ബാധിക്കുവാൻ സാധ്യതയുള്ളവർക്കിടയിൽ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ജനുവരിയിൽ ഒരു പഠനം നടത്തിയിരുന്നു. ലൈംഗിക തൊഴിലാളികൾ, ലഹരി ഉപയോഗിക്കുന്നവർ എന്നിവർക്കിടയിലായിരുന്നു പ്രധാനമായും ആ സർവേ നടത്തിയത്. ആ സർവേയിൽ വളാഞ്ചേരിയിൽ ഒരാൾക്ക് HIV സ്ഥിരീകരിച്ചതായി കണ്ടെത്തി. പിന്നീട് ഇയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ ഉൾപ്പെടെ വലിയൊരു ലഹരി സംഘത്തിലേക്ക് ആരോഗ്യവകുപ്പ് എത്തിച്ചേർന്നത്. സംഘത്തിലെ എല്ലാവരെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വിധേയരാക്കി. ഈ പരിശോധനയിലാണ് 9 പേർക്ക് എയ്ഡ്സ് സ്ഥിരീകരിച്ചത്. ഇവർ ലഹരിക്കായി ഒരേ സൂചികൾ പങ്കിട്ടതായും ഇവർ സൂചികൾ വീണ്ടും വീണ്ടും ഉപയോഗിച്ചിരുന്നതായും കണ്ടെത്തിയെന്നും മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക പറയുകയുണ്ടായി. 10 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചതോടെ ഇവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള കൂടുതൽ പേർക്കിടയിലേക്ക് ആരോഗ്യവകുപ്പ് സ്ക്രീനിംഗ് നടത്തുകയാണ്. കൂടുതൽ പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിക്കുമോ എന്ന ആശങ്കയുമുണ്ട്. സംസ്ഥാനത്ത് ഇതാദ്യമായാണ് ഇത്രയും പേർക്ക് ഒരുമിച്ച് HIV സ്ഥിരീകരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. കുത്തിവെക്കുന്ന ലഹരി ഉപയോഗത്തിലൂടെ സംസ്ഥാനത്ത് ഓരോ മാസവും ശരാശരി 10ലധികം പേർക്ക് HIV സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ വർഷം മലപ്പുറം ജില്ലയിൽ മാത്രം 10 പേർക്ക് രോഗം കണ്ടെത്തിയതായി നോഡൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ C. ഷുബിൻ പറഞ്ഞു. വളാഞ്ചേരിയിൽ മാത്രമല്ല, ജില്ലയിലെയും സംസ്ഥാനത്തെയും മറ്റിടങ്ങളിലും സമാനമായ രോഗവ്യാപനത്തിന് സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നത്. ഇതിനായി വ്യാപകമായ പരിശോധന ആവശ്യമാണ്. ഇത് ഒരു ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ മാത്രം നടത്തിയ സ്ക്രീനിങ്ങിൻ്റെ റിസൾട്ടാണെന്ന് നാം ഓർക്കണം. മറ്റ് ജില്ലകളിൽ, പ്രത്യേകിച്ച് എറണാകുളം പോലെയുള്ള യുവാക്കൾ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന ജില്ലകളിൽ സ്ക്രീനിംഗ് നടത്തിയാൽ ലഭിക്കുന്ന കണക്കുകൾ ഒരുപക്ഷെ ഞെട്ടിക്കുന്നതായിരിക്കും. കേരളത്തിൽ 2021 ശേഷം യുവാക്കൾക്കിടയിൽ HIV ബാധ കൂടുന്നതായിയാണ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വർഷം ശരാശരി 1200 പേർക്ക് രോഗം സ്ഥിരീകരിക്കുമ്പോൾ 15% പേരും 19നും 25നും ഇടയ്ക്കുള്ള പ്രായക്കാരാണ്. ലഹരി കുത്തിവെപ്പാണ് ഇതിന് കാരണമായി കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെ 43 വയസ്സ് വരെ ഉള്ളവർക്കായിരുന്നു രോഗബാധ കൂടുതൽ. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയും രക്തം ഉൾപ്പെടെയുള്ള ശരീരസ്രവങ്ങളിലൂടെയും HIV പകരാവുന്നതാണ്. സിറിഞ്ച്, ബ്ലേഡുകൾ, മറ്റു മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ പങ്കിടുന്നതിലൂടെ എളുപ്പത്തിൽ അണുബാധ ഉണ്ടാവാം. എന്നാൽ ഉമിനീർ, വിയർപ്പ് എന്നിവയിലൂടെ HIV പകരില്ലെന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നത്. കൂട്ടം കൂടിയിരുന്ന് ലഹരി ഉപയോഗിക്കുന്ന യുവഗാംഗുകൾ ആ സമയത്ത് ഇതൊന്നും ശ്രദ്ധിക്കാറില്ല, ആലോചിക്കാറില്ല, കാര്യമായി എടുക്കാറില്ല. പ്രകാരം HIV ബാധിതരാകുന്ന ചെറുപ്പക്കാർ ഏതായാലും തൻ്റെ ജീവിതമോ പോയി, എന്നാൽ ബാക്കിയുള്ളവർക്ക് കൂടി ഇത് പകർന്നേക്കാം എന്ന് ചിന്തിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ വസ്തുതകളെല്ലാം കണക്കിലെടുത്ത് സർക്കാർ എല്ലാ ജില്ലകളിലും HIV സ്ക്രീനിംഗ് ശക്തമാക്കണം, ബാധിതരെ കണ്ടെത്തണം, യുവതലമുറയ്ക്ക് അവബോധം നൽകുവാനുള്ള പദ്ധതികൾ അടിയന്തരമായി തയ്യാറാക്കുകയും വേണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.